ക്ഷേത്ര നടയിൽ എത്തിയിരിക്കുകയാണ്. പേട്ടതുള്ളി വരുന്നവർ ഈ നട വരെയുള്ളൂ ചെണ്ടയടിക്കാൻ അനുവദിക്കുകയുള്ളൂ. അമ്പലത്തിന്റെ മുറ്റത്ത് ഈ കോമ്പൗണ്ടിനകത്ത് ചെണ്ടയടിക്കാനൊന്നും സമ്മതിക്കുകയില്ല. ഇനി ഇത് കഴിയുമ്പോഴത്തേക്ക് ഈ ഭാഗത്ത് കുളിക്കാനുള്ള സൗകര്യമുണ്ട്. അതായത് നമ്മൾ ക്ഷേത്രത്തിന്റെ കുളിക്കുന്നതായിട്ട് നമുക്ക് കാണാം. പൂശി ചായങ്ങളും പൂശി വന്ന സായന്മാര് ഇവിടെ കുളിക്കുന്നത് കാണാൻ സാധിക്കും. കുളി കഴിഞ്ഞ് ഇവിടെ നിന്നും പിന്നെ ഡ്രസ് മാറി പൂജകളും കർമാദികളെല്ലാം നടത്തി പിന്നെ ഇതിന് പന്തയിലേക്ക് യാത്ര തിരിക്കുന്നത്. എന്തായാലും ക്ഷേത്രം നട അടച്ചിരിക്കുകയാണ്. നമുക്ക് പുറമേ നിന്ന് ഒന്ന് മനസ്സിൽ പറയാനേ പറ്റുള്ളൂ. കാര്യമായ പ്രാർത്ഥന നടത്താൻ പറ്റിയല്ല. കാര്യമായ എല്ലാം കഴിഞ്ഞ് എല്ലാവരും കുറി തൊടാനുള്ള വെപ്പാളത്തിലാണ്. ഹാർദവമായി ക്ഷണിക്കുന്നു. അന്നദാന മണ്ഡപത്തിലേക്ക് ഹാർദവമായി ക്ഷണിക്കുകയാണ്. നമുക്ക് ഈ ക്ഷേത്ര പരിസരം ഒന്ന് കാണിച്ചിട്ട് നമുക്ക് വല്ല ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ അടുത്ത ഇതിലേ തുടങ്ങാം. തത്സമയ സംരക്ഷണം ആദ്യം ക്ഷേത്ര പരിസരം ഒന്ന് കാണിക്കണം. ക്ഷേത്രമിറ്റത്തല്ല തിരക്ക്, മുഴുവൻ അന്നദാന മണ്ഡപത്തിന്റെ തിരക്ക്, ഭയങ്കര തിരക്കാണ്. അവിടെ കയറി ഇന്ന് ആഹാരം കഴിപ്പൊന്നും നടക്കുകയല്ല. അവിടെ കയറി ഇന്ന് നടക്കുകയല്ല. അവിടെ കയറി നിൽക്കാൻ പോലും ഒരു മണിക്കൂർ പോരാ. 1 മണിക്കൂർ സമയം കൊണ്ടൊന്നും ഇവിടെ ഒന്നും നമ്മൾ കഴിച്ചിറങ്ങിയല്ല. എന്തായാലും ഈ നിൽക്കുന്ന എല്ലാം അന്നദാനം കഴിക്കാനാണ്. റെയിൽ ടൈം തത്സമയ വെർച്വൽ ക്യൂ ബുക്കിംഗ്. ഉടനെ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുമോ സന്നിധാനത്തേക്ക്? സന്നിധാനത്തിന്റെ ക്യൂ അല്ല കേട്ടോ, എന്താ സന്നിധാനത്തേക്ക് പോകാനുള്ള ക്യൂ. അത് ബുക്ക് ചെയ്തേക്കാം. ഞാൻ ബുക്ക് ചെയ്തിട്ടില്ല, അത് ബുക്ക് ചെയ്തേക്കാം. അതൊരു ഞാനോർത്ത് അന്നദാനത്തിന്റെ ക്യൂ ആയിരിക്കും എന്നാ ഓർത്ത്. ഈ നിൽക്കുന്ന എല്ലാം ക്യൂവിനുള്ള ആൾക്കാരാണ്. അവിടെ പോയി ടിക്കറ്റ് എടുക്കണേ. എനിക്കൊരു ടിക്കറ്റ് എടുക്കണേ. എടുക്കാൻ പറ്റത്തില്ല. എനിക്കൊരു ഇത് എടുക്കണം. പാസ് എടുക്കണം. കോട്ടയത്ത് നിന്ന് കിട്ടിയില്ലായിരുന്നു. അതായത് ഇതിനകത്ത് ആധാർ കാർഡ് കാണിച്ചാ ഇരിപ്പുണ്ടല്ലേ? ഫോട്ടോ എടുക്കാൻ പറ്റും. ഇനിയൊന്ന് പെട്ടെന്ന് ഫോട്ടോ ചെയ്താൽ മതി. എന്റെ പോലെ എനിക്ക് ദർശനത്തിന് പോകാൻ വേണ്ടി ക്യൂ നിൽക്കേ. അത് കഴിഞ്ഞ് എനിക്കിത് കഴിഞ്ഞ് വെളിയിൽ ഇതും കൂടെ എടുക്കാൻ പോകണം. ഇത് കഴിഞ്ഞ് ഞാൻ എടുക്കാൻ പോകണം.